വിശ്വനാഥ് ആൻഡ് സൺസ് AI മലയാളം റിവ്യൂ. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ സൂര്യ മമിത ബൈജു ചിത്രം വിശ്വനാഥ് ആൻഡ് സൺസിനെ കുറിച്ചാണ്. വെങ്കി അത്ലൂരി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമ ഒരു ഫാമിലി ഡ്രാമയും റൊമാൻറ്റിക് എൻ്റർടൈനറുമാണ്. സൂര്യ അവതരിപ്പിക്കുന്നത് സഞ്ജയ് വിശ്വനാഥ് എന്ന കഥാപാത്രത്തെയാണ്. ഒരു ഇൻ്റർനാഷണൽ ഷൂട്ടറായ സഞ്ജയുടെ ജീവിതത്തിലേക്ക് കുടുംബവും പ്രണയവും എത്തുന്നതോടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സിനിമയുടെ പ്രധാന ഭാഗം. ഇനി സിനിമ എങ്ങനെയുണ്ട്? ആദ്യമേ പറയാം, ഇതൊരു ടിപ്പിക്കൽ മാസ് ആക്ഷൻ സൂര്യ സിനിമ പ്രതീക്ഷിച്ചു പോകേണ്ട സിനിമയല്ല. ഇവിടെ സൂര്യയുടെ മറ്റൊരു സൈഡാണ് നമ്മൾ കാണുന്നത്. ആക്ഷനേക്കാൾ കൂടുതലായി ഇമോഷൻസ്, ഫാമിലി മൂമെൻറ്റ്സ്, റൊമാൻസ്, കോമഡി എന്നിവയ്ക്കാണ് സിനിമ പ്രാധാന്യം നൽകുന്നത്. സൂര്യയുടെ പെർഫോമൻസ് സിനിമയുടെ വലിയ പ്ലസ് പോയിൻ്റാണ്. ക്യാരക്ടറിൻ്റെ ഇമോഷണൽ സൈഡ് വളരെ കൺട്രോൾഡായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. മമിത ബൈജുവാണ് സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ്. പ്രേമലിക്ക് ശേഷം മമിതയുടെ പോപ്പുലാരിറ്റി മലയാളികൾക്കിടയിൽ വളരെ കൂടുതലാണ്. ഈ സിനിമയിലും വളരെ ലൈവ്ലി ആയ പെർഫോമൻസാണ് മമിത നൽകുന്നത്. സൂര്യയും മമിതയും തമ്മിലുള്ള കെമിസ്ട്രിയും സിനിമയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കോമഡിയും ഇമോഷണൽ സീൻസും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഫാമിലി ഇമോഷൻസാണ് സിനിമയുടെ ബാക്ക് ബോൺ. വെങ്കി അത്ലൂരി മുമ്പ് വാദി, ലക്കി ഭാസ്കർ പോലുള്ള സിനിമകളിലൂടെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് കാണിച്ച സംവിധായകനാണ്. വിശ്വനാഥ് ആൻഡ് സൺസിലും അതേ രീതിയിലുള്ള ഫാമിലി ഓറിയന്റഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ഹാഫാണ് സിനിമയുടെ ഏറ്റവും ശക്തമായ ഭാഗമെന്ന് ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. കോമഡി, ക്യാരക്ടർ ഡെവലപ്മെന്റ്, ഇമോഷൻസ് എന്നിവ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നു. മ്യൂസിക് ആൻഡ് ടെക്നിക്കൽ സൈഡ് GV പ്രകാശ് കുമാറാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. സോങ്സിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും സിനിമയുടെ ഇമോഷണൽ മൊമെന്റ്സ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫിയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ ചില പോരായ്മകളുണ്ട്. സെക്കൻഡ് ഹാഫിൽ ചില ഭാഗങ്ങളിൽ സ്ക്രീൻ പ്ലേ കുറച്ച് പ്രെഡിക്റ്റബിൾ ആകുന്നുണ്ട്. ചില സീൻസ് കുറച്ചുകൂടെ ഷോർട്ടാക്കാമായിരുന്നു എന്ന അഭിപ്രായവും ആദ്യ പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് റഷ്ടായി തോന്നിയേക്കാം. ഫൈനൽ വേർഡിക്റ്റ്: ഓവറോൾ വിശ്വനാഥ് ആൻഡ് സൺസ് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറാണ്. സൂര്യയുടെ പെർഫോമൻസ്, മമിത ബൈജുയുടെ ക്യാരക്ടർ, ഫാമിലി ഇമോഷൻസ്, കോമഡി എന്നിവയാണ് സിനിമയുടെ പ്രധാന സ്ട്രെങ്ത്സ്. പ്യോർ ആക്ഷൻ മൂവി പ്രതീക്ഷിക്കുന്ന സൂര്യ ഫാൻസിന് ഇത് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഫാമിലി ഓഡിയൻസായി തിയേറ്ററിൽ പോയി ഒരു ഇമോഷണൽ, ലൈറ്റ് ഹാർട്ടഡ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശ്വനാഥ് ആൻഡ് സൺസ് ഒരു നല്ല ഓപ്ഷനാണ്. എൻ്റെ റേറ്റിംഗ് 3.5/5. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള AI മലയാളം മൂവി റിവ്യൂസ്, OTT അപ്ഡേറ്റ്സ്, AI റിവ്യൂസ് എന്നിവയ്ക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.